സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പെയ്ഡ് കമന്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇടേണ്ട സാഹചര്യം ഇറ്റ്സ് മീ ഷസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു. നാഗചൈതന്യയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ അതിനെക്കുറിച്ച്. ആ സ്റ്റോറിക്ക് നിരവധി നെഗറ്റീവ് കമന്റ്സ് കിട്ടുന്നു. ഇതിലൊക്കെ പെയ്ഡ് കമന്റ്സ് ഉണ്ട് എന്നാണ് ഷസാം പറയുന്നത്. ഇതിനെ പിടിച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യുന്നു. എനിക്ക് വന്ന കമന്റ്സും പെയ്ഡ് കമന്റ് ആണെന്നാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. ഇതിനെ താങ്ങിക്കൊണ്ട് ഹെലനോസ് പാട്ട വീഡിയോ ചെയ്യുന്നു. ഷസാമിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല, പക്ഷെ സീക്രട്ട് ഏജന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കമന്റുകളിൽ ഒരു 90% ജെന്യൂൻ ആയിരിക്കും. കാരണം ബിഗ് ബോസ് തന്നെയാണ്. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ വിയസ് റിയാലിറ്റിയാണ് ഇതിനൊക്കെ കാരണം. ഉദാഹരണമായി, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഭരണത്തിൽ കയറാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു. ആ രാഷ്ട്രീയ നേതാവ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഭരണത്തിൽ കയറിയ ശേഷം ഒരു ചുക്കും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നു. അപ്പോ വോട്ട് ചെയ്ത ആളെന്തായി? ശശി. അയാളെ രാഷ്ട്രീയക്കാരനെ പച്ച തെറി വിളിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. അത് കണ്ട് അധികം പൗഡർ ഇട്ട് വെളുപ്പിക്കാൻ നിൽക്കണ്ട.